രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലത്തും ചർച്ചാ വിഷയമാണ്. എന്നാൽ അടുത്ത കാലത്തായി ഈ ബന്ധം കൂടുതൽ സംഘർഷഭരിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വികസന പ്രവർത്തനങ്ങൾ തമസ്കരിക്കപ്പെടുന്ന എന്ന മുഖ്യമന്ത്രിയുടെ ആക്ഷേപവും സ്വന്തം പാർട്ടി വേദികളിലെ അച്ചടക്കത്തെക്കുറിച്ചുള്ള കേരളത്തിലെ അദ്ദേഹത്തിന്റെ കർക്കശ നിലപാടും വിരൽ ചൂണ്ടുന്നത് മാറുന്ന രാഷ്ട്രീയ സംവാദങ്ങളിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ പിണറായി വേങ്ങാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ മുഖം കാണാത്ത രീതിയിൽ മറച്ചു നിർത്തുന്ന ഒരു കൂട്ടരുണ്ടല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെ ക്യാമറകൾ. നമ്മളെല്ലാവരും അത് അംഗീകരിച്ചു കൊടുക്കലാണ്. കാരണം നാട്ടിലേക്ക് വിവരങ്ങൾ എല്ലാവരും വരാമല്ലോ. എന്താ നിങ്ങൾ ഇവിടെ ഒരാളെയും കാണാത്തത്? നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ മാത്രമാണോ? ഞാൻ കഴിഞ്ഞ 2 പരിപാടിയിൽ പങ്കെടുത്തു. അവിടെയും ഇതേ അവസ്ഥയാണ്. എന്താണത്? നമ്മുടെ നാട്ടിലെ ചില വൻകിട മാധ്യമങ്ങൾ അവർക്ക് ഈ കാര്യങ്ങൾ നാടറിയരുത് എന്ന് നിർബന്ധമില്ല. ഇനി അഥവാ അറിയാമെങ്കിൽ അതിൻ്റെ ഒരു വക്രീകരിച്ച ചിത്രമാണ്. ഒരു നാടിന്റെ ചിരകാല സ്വപ്നമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുന്ന വിമുഖത ജനാധിപത്യത്തിന് ഗുണകരമല്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. സാധാരണയായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ദൃശ്യമാധ്യമങ്ങളുടെ വലിയൊരു നിര തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ കീഴത്തൂർ പാലം ഉദ്ഘാടന വേളയിൽ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകൾ കാണാത്തത് ബോധപൂർവമായ ഒരു ഒഴിവാക്കലാണെന്ന് അദ്ദേഹം ആരോപിച്ചു. നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വൻകിട മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിന്റെ നേട്ടങ്ങൾ വാർത്തയാക്കാതെ വിവാദങ്ങൾ മാത്രം ആഘോഷിക്കുന്ന പ്രവണത മാധ്യമങ്ങൾക്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വാർത്തകൾ നൽകുമ്പോൾ തന്നെ അതിനെ നെഗറ്റീവായി ചിത്രീകരിക്കാനോ വക്രീകരിക്കാനോ ആണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് ഇക്കൂട്ടരുടെ താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തകൾ നൽകാത്ത സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ ശക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുകയുണ്ടായി. വിവര സാങ്കേതിക വിദ്യകൾക്ക് വളർന്ന ഈ കാലഘട്ടത്തിൽ വാർത്തകൾക്ക് വേണ്ടി പത്രങ്ങളെയോ ടെലിവിഷൻ ചാനലുകളുടെയോ മാത്രം ആശ്രയിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഓരോ വ്യക്തിക്കും ഒരു റിപ്പോർട്ടറായി മാറാമെന്നും വികസന വാർത്തകൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. KSDA സമ്മേളനത്തിലെ സംഭവം മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം സംഘടനയ്ക്കുള്ളിലെ അച്ചടക്കമില്ലായ്മയോട് താൻ സന്ധി ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി തെളിയിച്ചു. കോട്ടയത്ത് നടന്ന KSDA സംസ്ഥാന സമ്മേളനത്തിനിടെയുണ്ടായ സംഭവം ഇതിന് ഉദാഹരണമാണ്. മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ സമീപത്തുയർന്ന ചെണ്ടമേളം അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഗൗരവകരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്നത് പ്രസംഗത്തിന്റെ ഗൗരവം കുറയ്ക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏത് പരിപാടിയുടെ ഭാഗമായാണ് ഇപ്പോൾ മേളം നടക്കുന്നത് എന്ന ചോദ്യം അച്ചടക്കത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. നാടിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം മേളങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വന്തം സംഘടനയിലെ ആളുകൾ തന്റെ പ്രസംഗത്തിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ലെന്ന കർക്കശമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് പാർട്ടി പ്രവർത്തകർക്ക് കൃത്യമായ ഒരു താക്കീത് കൂടി നൽകിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ കേരളത്തിലെ മാധ്യമ ചർച്ചകളിൽ പുതിയൊരു തലം തുറന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ എപ്പോഴും സർക്കാരിനെ വിമർശനാത്മകമായി കാണണമെന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. എന്നാൽ വികസന കാര്യങ്ങളിൽ അന്ധമായ വിരോധം പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്നത് പ്രസക്തമാണ്. ഒരു പാലമോ റോഡോ നിർമ്മിക്കപ്പെടുമ്പോൾ അത് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ വികസന വാർത്തകളെ ബാധിക്കാൻ പാടില്ല. റേറ്റിംഗിന് വേണ്ടി വിവാദങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രവണത ചാനലുകൾക്കിടയിൽ മാത്രം വർദ്ധിച്ചു വരുന്നുമുണ്ട്. ജനകീയമായ പ്രശ്നങ്ങളും പരിഹാരങ്ങളും വാർത്തകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് ആശങ്കാജനകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾ 2 പ്രധാന മേഖലകളെയാണ് സ്പർശിക്കുന്നത്. ഒന്ന് മാധ്യമങ്ങളുടെ ധാർമ്മികത, 2 സംഘടനയ്ക്കുള്ളിലെ അച്ചടക്കം. സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ നേരിടാൻ സോഷ്യൽ മീഡിയയെ ഒരു ആയുധമാക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അതേസമയം ഉള്ളിലെ അരാജകത്വത്തോട് സന്ധിയില്ലാത്ത നിലപാട് അദ്ദേഹം തുടരുകയും ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളും സർക്കാരും തമ്മിലുള്ള ഈ പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. എന്നാൽ ഇത്തരം വാദപ്രതിവാദങ്ങൾക്കിടയിൽ യഥാർത്ഥ വികസന വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്.